ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ ഏകദേശം 777 ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറേ റിവാർഡ്സ് നമുക്ക് കൊണാമി തന്നിട്ടുണ്ട്. അതായത് കോയിൻസ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു 777 കോയിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു 3 പ്ലേയേഴ്സിനും കൂടെ തരുന്നുണ്ട്. ആ ഒരു 3 പ്ലേയേഴ്സ് ഒരുപാട് പവർ കുറഞ്ഞ പ്ലേയേഴ്സിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ 2-3 ഓൺലൈൻ മാച്ചൊക്കെ കളിപ്പിച്ച് നോക്കി. ഡിവിഷനിൽ തന്നെ ആ ഒരു പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് സണ്ണിനാണ് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് സണ്ണിനെ വെച്ചൊരു ഗെയിം പ്ലേ കളിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ നമുക്ക് അതായത് 7 നമ്പറുള്ള പ്ലേയേഴ്സിനെയൊക്കെയാണ് തരുന്നത്. അതിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അപ്പോൾ 7 നമ്പറിൽ റൊണാൾഡോ തന്നത് ഈ ലോകത്ത് വേറെ ഏത് പ്ലെയറിനെ തരാനാണ്? ഓക്കെ, 7 കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിമേ ഉള്ളൂ, അത് ക്രിസ്ത്യാനോയുടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പോണൻ്റെ സ്കോഡ്. ഡിവിഷൻ 2 തന്നെ ഉള്ളൊരു ഒപ്പോണൻ്റാണ് കേട്ടോ. ഓക്കെ, ശരിക്കും ഈ ഒരു സണ്ണ് സൂപ്പർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇലവനെ തന്നെ കളിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്ലിറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. അല്ലാത്ത ബ്ലിറ്റ്സ് ഒക്കെ കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, നമുക്ക് സണ്ണിനെ വെച്ച് കളിപ്പിക്കണം എന്ന് തോന്നുന്നവർക്ക് ഈ ഒരു സണ്ണിനെ യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വേറെ സണ്ണിൻ്റെ കാർഡൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു സണ്ണിൻ്റെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടുണ്ട്. കിടിലം തുടക്കം തന്നെ ഒരു അറ്റാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് തോന്നി കയറത്തില്ല. ഓക്കെ, Lombard to Casemiro to Rudiger, Casemiro ലോങ് ബോസ്. അത് ഓഫ് സൈഡാണ്. അത് കിടിലൻ റണ്ണായിരുന്നു, പക്ഷെ അവിടെ ഓഫ് സൈഡ് നൈസായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രെയിനിങ്ങിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ രീതിയിലാണ് ഞാൻ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓട്ടോ കാലൊക്കെ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റ് കളിക്കുന്നത് ക്വിക്ക് കൗണ്ടറാണ്. അപ്പോൾ മാക്സിമം ഷോർട്ട് പാസ് ഇട്ട് മുന്നോട്ട് പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ക്വിക്ക് കൗണ്ടറിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഒരിക്കലും ഷോർട്ട് പാസ് ഇട്ട് ഫ്രണ്ടിലോട്ട് മൂവ്മെൻറ്റ് എടുക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കിയാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഈ ഒരു സംഭവം അടുത്തൊരു പ്ലെയറിന് നമ്മൾ കൊടുക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ ഷോർട്ട് പാസ് ഇട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗോൾ സ്കോർ ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നവരും ശ്രദ്ധിക്കുക. ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു പ്ലെയറിനെ ഗോൾ അടിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. നിങ്ങൾ ടെക്നിക്കൽപരമായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്യരുത്. ഓക്കെ, ഇതൊരു ഡേർട്ടി പ്ലേ അല്ലെങ്കിൽ മൈൻഡ് ഗെയിമിന് പറ്റിയതാണ്. ഇപ്പം റിയൽ ലൈഫിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ജോസെ മൊറയോടൊക്കെ കളി കാണുന്നവർക്കാണെങ്കിൽ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം സിറ്റിയും യുണൈറ്റഡും കൂടെ FA കപ്പ് ഫൈനലിലെ കളി കണ്ടിട്ടൊക്കെ അറിയാം. യുണൈറ്റഡ് മാക്സിമം ഡിഫൻസ് പരമായിട്ട് കളിക്കുമായിരുന്നു. അവർ പൊസിഷൻ വെച്ച് ഫ്രണ്ടോട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയും ലോങ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു കൗണ്ടറിലൂടെ ഗോൾ അടിക്കാൻ നോക്കുകയാണ് ചെയ്തത്. പക്ക മൈൻഡ് ഗെയിം അല്ലെങ്കിൽ അത് ഡേർട്ടി ഗെയിം തന്നെയാണ്. ഡേർട്ടി ഗെയിം ഞാൻ ഉദ്ദേശിച്ചത് ടാറ്റിക്സ് ആണ് കേട്ടോ, അല്ലാതെ പന്നമായ കളി എന്നല്ല. ഓക്കെ, ജോർജിനോ, റൊണാൾഡീനോ. ഓക്കെ, ഈ ഒരു ഷോർട്ട് പാസ് വരുമ്പം മാക്സിമം ഒന്നെങ്കിൽ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷോർട്ട് പാസിനെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാക്സിമം ഇതുപോലെ മാച്ചപ്പ് ഇട്ടിട്ട് ആ ഒരു പാസിനെ തടയാൻ നോക്കിയാൽ മതി. ക്വിക്ക് കൗണ്ടറിൽ നമുക്ക് നൈസായിട്ട് വിജയിക്കാൻ പറ്റും ക്യൂറിനെതിരെ. ഈ ഒരു സംഭവം ലോങ്ങിൽ പ്ലേയേഴ്സ് അപ്പുറത്ത് ഓൾറെഡി പ്ലെയർ അവിടെ ഫ്രീ ആയിരുന്നു. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കിൽ നമുക്ക് ഒപ്പോണൻ്റ് ഏത് രീതിയിൽ കളിക്കുന്ന ഒരാളെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബാക്കിലോട്ട് വലിച്ചെടുക്കും. അത് സിമ്പിളായിട്ട് ഗോൾ അടിക്കാൻ പറ്റും. ഡബിൾ ടച്ച് ഗോൾ. യെസ്. ഓക്കെ, ഒപ്പോണൻ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ കാര്യം എന്ന് പറയുന്നത് അവൻ ആദ്യമേ ഡിഫെൻഡ് ചെയ്ത സമയത്ത് അവൻ ബാക്ക് സൈഡിലോട്ട് വലിച്ചു. അതായത് ഇടത്തെ സൈഡിലോട്ടാണ് അവൻ കൂടുതൽ വലിക്കാൻ സാധ്യത. നമ്മൾ ഇങ്ങോട്ട് തിരിയുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് തിരിഞ്ഞ് ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഓക്കെ, ഇപ്പോൾ പല രീതിയിൽ നമ്മൾ എല്ലാം ചെയ്ത് ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാം നോട്ട് ചെയ്യുക. അതായത് ഒപ്പോണൻ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് കളിക്കുന്നത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അവൻ ഏത് സൈഡിൽ കൊണ്ടാണ് അറ്റാക്ക് ചെയ്യാൻ സാധ്യത, ഏത് സൈഡിലാണ് കൂടുതൽ പ്രസ് ചെയ്യുന്നത്, ഏത് പ്ലെയറെ കൊണ്ടാണ് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു ടാർഗറ്റ് പ്ലെയർ ഉണ്ടാവും. ആ ഒരു പ്ലെയറെ മാർക്ക് ചെയ്യാൻ നോക്കുക. എല്ലാവരും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് പ്ലെയർ ഉണ്ടാവും നമ്മുടെ സ്കോഡിൽ. ആ ഒരു പ്ലെയറിനെ കൊണ്ട് കൂടുതലും ഗോൾ സ്കോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ചിലർ മാത്രമേ ഉള്ളൂ ഏതെങ്കിലുമൊക്കെ ഒരു ഗോളിനെ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടീം പ്ലെയറിനെ കൊണ്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുക. അതിനകത്തൊരു ഒരു 50% മേലുള്ള ആൾക്കാരും
അവർക്കൊരു ഫേവറേറ്റ് പ്ലെയറിനെ കൊണ്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുകയായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ മെസ്സി അല്ലെങ്കിൽ നെയ്മർ ഇവരെ കൂടുതൽ മൂവ്മെന്റ് എടുത്ത് ഫ്രണ്ടോട്ട് അല്ലെങ്കിൽ സ്കില്ലായിട്ട് ഫ്രണ്ടോട്ട് പോയി ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവരെ കൊണ്ടായിരിക്കും ഞാൻ ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കെതിരെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 2 പ്ലെയറിനെ അവിടെ ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നില്ല. പിന്നെ ഏതെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ റുമിയെ കൊണ്ട് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ എൻ്റെ കളി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഞാൻ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ നെയ്മർ അല്ലെങ്കിൽ മെസ്സി. ഓക്കെ, 2 വിങ്ങേഴ്സിനെതിരായിരിക്കും, വിങ്ങേഴ്സിനെ കൊണ്ടായിരിക്കും ഞാൻ ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ റുമിയെ കൊണ്ട് അധികം ഗോൾ അടിക്കാറില്ല. ഇനി ഏതെങ്കിലും രീതിയിൽ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ മാത്രമേ ഞാൻ റുമിയെ കൊണ്ട് ഗോൾ അടിക്കുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സിയെ നെയ്മറിനെ എൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കളിയില്ല ഗൈസ്, എനിക്ക് പിന്നെ കളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ലംബാർഡ് ഒരു കിടിലൻ ലോങ് ബോൾ. യെസ്, കിടിലൻ ലോങ് ബോളായിരുന്നു. ഒരു ഡബിൾ ടച്ച്, ഒരു ഷോട്ട്. എടാ ഷോട്ടായിരുന്നു, ഗോളായിരുന്നു കേട്ടോ. ചിലപ്പം പുള്ളി ലോങ് അടിക്കും കേട്ടോ, നൈസായിട്ട് ബാക്കിൽ നിന്ന് ലോങ് അടിക്കും. നമുക്ക് ഈ ഒരു കളിയിൽ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഡേവിഡ് സോറിയ സൂപ്പർ ഗോൾ കേട്ടോ. എനിക്ക് നമ്മുടെ പ്ലെയർ ഓഫ് ദ സീസണിൽ കിട്ടിയതാണ്. സൂപ്പർ ഗോളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും ഞാനിപ്പോൾ കളിപ്പിച്ച് നോക്കാം. അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നവരെയൊക്കെ ഞാൻ ടീമിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കളിപ്പിക്കാത്ത ഓരോ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്നെ ഞെട്ടിച്ചൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുവോ നെവസ് ആണ് ഗൈസ്. അയ്യോ, ഞാൻ DMFൽ കളിപ്പിച്ച് നോക്കി, ഒരു രക്ഷയില്ലാത്ത കളി. ഓക്കെ, ഞാൻ പക്ഷേ ഡിവിഷനിൽ കളിപ്പിച്ചിട്ടില്ല, നോർമലായിട്ടുള്ള ഓൺലൈൻ മാച്ച് കളിച്ചത്. ഓക്കെ, അതിനകത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പുള്ളി അത്രയും കളി ഉണ്ടെന്ന്. ശരിക്കും മൂവ്മെൻറ്റ് നമുക്ക് ഡ്രിബിൾ ചെയ്ത് ഫ്രണ്ടോട്ട് റൺ എടുക്കാൻ പറ്റും, നല്ല ബാക്കിൽ നിന്ന് ലോങ് ബോൾ ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡാണ്. കിടിലൻ പാസ് ആയിരുന്നു കേട്ടോ. മെസ്സിയുടെ കറക്റ്റ് റുമിയുടെ കയ്യിലോട്ട് എത്തിയില്ല. ലംബാർഡ്, സൺ ഡബിൾ ടച്ച് ഷോട്ട്. ഷിറ്റാലോ, അത് സിമ്പിൾ ഗോളായിരുന്നു. അതെങ്ങനെ വാറ തട്ടിപ്പോയെന്നൊരു പിടുത്തമല്ലല്ലോ. നമുക്ക് ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, ഞാൻ ഈ ഒരു ഗെയിം പ്ലാൻ്റെ ഇടയിലും എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു മിസ്റ്റേക്ക് നേരെ എങ്ങനെയാണ് ഞാൻ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ലോങ് ബോൾ അവിടെ ഒരു മണ്ടത്തരമായിരുന്നു. ഓക്കെ, പക്ഷേ ഇതൊരു ലോങ് ബോൾ കൗണ്ടർ ആയതുകൊണ്ട് അതൊരു 80% അത് പാസ് പോകാൻ ചാൻസ് ഉണ്ട്. ഇവനോടൊരു ഗോൾ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളി മിസ്സാക്കിയത്. ഇവിടുന്ന് പുള്ളി ഇൻഡിവിജ്വൽ ചെയ്ത് ഫ്രണ്ടിലോട്ട് റണ്ണെടുത്ത് ഗോൾ അടിക്കാൻ ശ്രമിച്ചു. അതൊരു ചിലപ്പോൾ നടക്കും. ഇതൊരു ഗോളാണ് ഗൈസ്, ഗോൾ മണക്കുന്നു. ഗോൾ, സിമ്പിൾ ഗോൾ ഗൈസ്. യെസ്, നമുക്ക് ലോങ് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു കേൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ ഏത്, അല്ലെങ്കിൽ നമ്മുടെ ഗെയിം പ്ലാൻ ഏതാ, ടാക്ടിക്സ് ഏതാ, അതനുസരിച്ച് കളിക്കണം. ഓക്കെ, നിങ്ങൾ ക്വിക്ക് കൗണ്ടർ ആണെങ്കിൽ അവിടെ ഷോർട്ട് പാസ് ഇട്ട് തന്നെ മുന്നോട്ട് പോകണം. അതായത് നമ്മുടെ ഒരുപാട് പൊസിഷൻ കൈ വെക്കാതെ, നമ്മുടെ കയ്യിൽ ബോൾ വെക്കാതെ. ഇപ്പോൾ ഇവൻ കാണിക്കുന്ന ഈ പരിപാടിയല്ല, പുള്ളി ഷോർട്ട് പാസ് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട് ഗൈസ്. നമ്മുടെ മാക്സിമം നമ്മുടെ പ്ലെയേഴ്സിന് അടുത്ത ചാൻസ് പാസ് കൊടുക്കണോ, ഗോൾ അടിക്കണോ? പാസ് കൊടുത്താൽ മതിയായിരുന്നു. സണ്ണിനെ കൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സണ്ണ് കിടിലാന്നിട്ടുണ്ട്. ഇതാണ് സണ്ണ്. ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് റണ്ണാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല രീതിക്ക് ഡ്രിബിളിങ്ങും ഡബിൾ ടച്ചും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാസ് ആൻഡ് മൂവ് നല്ല, അതായത് ക്വിക്ക് കൗണ്ടർ കളിക്കുന്നവർക്ക് സെറ്റാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു പൊസിഷൻ ബേസ്ഡ് കളിക്കുന്നവർക്ക് അങ്ങനെ സീനൊന്നുമില്ല, നല്ല രീതിക്ക് ഡ്രിബിളിങ് വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രിബിളിങ് ആഡ് ചെയ്യണം കേട്ടോ, ഒട്ടോ അലക്കോട്ടി കൊടുത്താൽ കിട്ടത്തില്ല. നിങ്ങൾ നല്ല രീതിക്ക് ഡ്രിബിളിങ്ങും കുറച്ച് ഒഫൻസീവ് അവർനെസ്സും ഒക്കെ കൊടുക്കുവാണെങ്കിൽ നൈസായിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഏകദേശം പാസിങ്ങിൻ്റെ ഓട്ടോ കലക്ട് പാസിങ് വരുന്നുണ്ട്. ആ പാസിങ് കളഞ്ഞിട്ട്, കാരണം ഇതൊരു റോമിംഗ് ഫ്ലാങ് ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് പാസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. കൂടുതലും അറ്റാക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഇത് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് ടൈമൊന്നുമില്ല. ഇപ്പം തന്നെ ഞാനൊരു പാസ് കൊടുക്കുമ്പോൾ തന്നെ തീരും. പിന്നെ അവൻ വരുന്നിടം വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലേയേഴ്സിനെ മാറ്റാമല്ലോ എന്നോർത്താണ്. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റാമിന വരുന്ന പ്ലേയേഴ്സിനൊക്കെ ചുമ്മാ ആഡ് ചെയ്താൽ എന്തായാലും അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാ പ്ലേയേഴ്സിനും മാറ്റാറില്ല. മെയിനായിട്ടും നമുക്ക് തോന്നുന്ന ഇപ്പോൾ സൂപ്പർ സബ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിരിക്കും സാധ്യത കൂടുതൽ. ഓക്കെ, ഈ ഒരു പാസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കളി തീർന്നു. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നാളെ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുള്ള കാര്യമാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പ്ലെയറിൽ എങ്ങനെയാണ് അവരുടെ സ്കില്ല് ആഡ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നാളെ കംപ്ലീറ്റ് ആണ്, നാളെ ചെന്ന്. ഓക്കെ, അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.